താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത്? എ വി കുട്ടിമാളു അമ്മ, ടി സുനന്ദാമ്മ, അക്കമ്മ ചെറിയാൻ, ആനി മസ്കറിൻ. ആൻസർ ടി സുനന്ദാമ്മ. വന്ദേ മാതരം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉറുദു പത്രം. ഓപ്ഷൻ എ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ജോൺ ലോക്ക്. സൺ യാത് സെന്നിൻ്റെ തത്വങ്ങൾ ഏവ? ദേശീയത ശരിയാണ്. ജനാധിപത്യം, സോഷ്യലിസം. സ്വാതന്ത്ര്യം ഇല്ല. 1, 2, 3. ആൻസർ. UN ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത്? 193. ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത്? നാങ്കിങ് ഉടമ്പടി. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു: ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയോൺ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത്? പെരിഹീലിയോൺ സൂര്യനും ഭൂമിയും അടുത്തടുത്തായി വരുന്ന ദിവസങ്ങളാണ്. ജാനുവരി 3 പെരിഹീലിയോൺ സംഭവിക്കുന്നത്. നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവത്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ്. ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. ദേശീയ ജലപാത NW4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? കാക്കിനാഡ, പുതുച്ചേരി. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് 62.5 ഡിഗ്രി. ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് NSSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത്? ദേശീയ കുടുംബാരോഗ്യ സർവേ. ഉദാരവത്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ. വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്? 3-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ ശരിയായ ശ്രേണി. മധ്യപ്രദേശ്, പഞ്ചാബ്, ബീഹാർ. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്? ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു, പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു. ഇതിൽ ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ് നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത്. ഓപ്ഷൻ എ. ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത്? BOB, ബാങ്ക് ഓഫ് ബറോഡ. ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത്? ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ എ. ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ആ രാജ്യത്തിന്റെ കരമേഖല, ആ രാജ്യത്തിന്റെ വായുമേഖല, ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്രമേഖല, ആ രാജ്യത്തിന്റെ തീരപ്രദേശം. ആ രാജ്യത്തിന്റെ 12 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള സമുദ്രപ്രദേശമാണ് ആ രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത്. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത്? ജനാധിപത്യം. താഴെ പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ? ഔദ്യോഗിക സ്ഥാനം വഹിക്കാനുള്ള അവകാശം. കറക്റ്റാണ്. ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം. അതുകൊണ്ട്. ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം. അത് നമ്മുടെ മൗലിക അവകാശമാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. അതുകൊണ്ട്. 1, 2, 4. ഓപ്ഷൻ ഡി. ഉദ്യോഗവൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏതു വിഭാഗത്തിൽ പെടുന്നു? കാര്യനിർവഹണ വിഭാഗം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? രാജ്യസഭാ സ്പീക്കർ സ്ഥാനം
ഉപരാഷ്ട്രപതി വഹിക്കുന്നു. ശരിയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അപ്പം അത് തെറ്റാണ്. രാജ്യസഭാ അംഗങ്ങളെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭാ അംഗങ്ങളെ 6 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. രാജ്യസഭ ജനപ്രതിനിധി സഭയാണ്. അതും തെറ്റാണ്. ഇതിൽ രാജ്യസഭയുടെ തെറ്റായ വസ്തുതകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 2, 3, 4 മാത്രം. ഓപ്ഷൻ സി. ശ്രീ വി. മുരളീധരൻ MP കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത്? സഹമന്ത്രി. സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാ? ജസ്റ്റിസ് ഹരിലാൽ J. കാനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. കറക്റ്റാണ്. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് AJ ദേശായി ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് ഇത്. ശരിയാണ്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതിയാണ്. തെറ്റാണ്. ഹൈക്കോടതിയാണ്. ശരിയായവ 1, 3. ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം? കേരളം. താഴെ പറയുന്നതിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത്? ജനനി ജന്മരക്ഷ. കല്ലൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏതു മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത്? കണ്ടൽ കാടുകളുടെ സംരക്ഷണം. ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷനാര്? ശ്രീ പിണറായി വിജയൻ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതെല്ലാം? 18 വയസ്സ് തികഞ്ഞ സ്ത്രീ പുരുഷന്മാർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കാളികളാകാം. ഗ്രാമീണ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികളെയാണ് ഇത് ലക്ഷ്യം വയ്ക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ തൊഴിൽ ലഭ്യമല്ലെങ്കിൽ അടിസ്ഥാന തൊഴിലില്ലായ്മ ആനുകൂല്യം നൽകേണ്ടതില്ല. ഒരു സാമ്പത്തിക വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുന്നു. ഇതിൽ 1ഉം 4ഉം ആണ് ആൻസർ. തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ. ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിൻ്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത്? കുടുംബശ്രീ. മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന അസുഖം? പാർക്കിൻസൺ. താഴെ പറയുന്നവയിൽ തൊഴിൽജന്യ രോഗം അല്ലാത്തത് ഏത്? സോറിയാസിസ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ? മോണോസൈറ്റ് ന്യൂട്രോഫിൽ. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത്? നിശബ്ദ വസന്തം. സൈലന്റ് സ്പ്രിംഗ്. സ്ഥൂലധാതുക്കൾ ഏതൊക്കെ? കാൽസ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്, സോഡിയം. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി? സ്നേഹപൂർവം. പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ്? അറ്റ്പാഡി. പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി WHO 2024 ജൂൺ 3 ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത്? NIIMH ഹൈദരാബാദ്. പ്രകാശരശ്മി ഒരു പ്രിസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ 7 വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് വിസരണം. ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം? ലോ ഓഫ് ഇനേർഷ്യ ന്യൂട്ടൻ്റെ 1ാം ചലന നിയമം. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം? പാസ്കൽസ് നിയമം. ട്രെയിൻ 18 എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ? വന്ദേ ഭാരത് എക്സ്പ്രസ്. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിൻ്റെ പേര്? വിക്രം ലാൻഡർ. ആധുനിക ആവർത്തന പട്ടികയിലെ
അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിൻ്റെ പേര് ഓഗ്നസ് ആണ്. ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഘാട ആസിഡുകൾ ചേർത്താണ് അക്വാ റീജിയ ലഭിക്കുന്നത്? 1HNO3:3HCl. ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു. അതിൽ ഏറ്റവും ശരിയായവ തിരഞ്ഞെടുക്കുക. ഹെൻറി മോസ്ലി അറ്റോമിക് നമ്പർ 1C വരും. മെൻ്റലീവ് അറ്റോമിക് മാസ് ആണ്. ഇപ്പോൾ 2A 3D വരും. ന്യൂലാൻഡ് അഷ്ടക നിയമം, ഡോബറേനിയർ ത്രികങ്കങ്ങൾ. ഏറ്റവും കാഠിന്യമുള്ള ലോഹമേത്? ക്രോമിയം. താഴെ തന്നിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത്? താഴെ നൽകിയിരിക്കുന്നതിൽ എസ്.കെ. പൊറ്റക്കാടിൻ്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത്? വിഷകന്യക, ചന്ദ്രകാന്തം, ബാലിദ്വീപ്, എൻ്റെ വഴിയമ്പലങ്ങൾ. ഋഷ്യശൃംഖനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചത് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം 87.58 മീറ്റർ. ഗബ്രിയേൽ ഗാർസിയ മാർക്കോസിൻ്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവൽ അൺടിൽ ഓഗസ്റ്റ്. അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ 2024 ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിനു കഴിയട്ടെ, തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിനു കഴിയട്ടെ. ഈ വരികൾ രചിച്ച കവിയാര്? അയ്യപ്പ പണിക്കർ. രചയിതാക്കളെയും രചനകളെയും ചേരുംപടി ചേർക്കുക. രാമപുരത്ത് വാര്യർ കുചേലവൃത്തം, കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്ര, സുഭാഷ് ചന്ദ്രൻ പറുദീസ നഷ്ടം, കാളിദാസൻ ഋതുസംഹാരം. ഒരു നെറ്റ്വർക്ക് ഹബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ശരിയാണ്. ഡാറ്റ പാക്കറ്റുകൾ സ്വീകർത്താവിന് മാത്രം അയക്കുന്നു. തെറ്റാണ്. ഒരു ഹബിന് ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പോർട്ടുമാണ് ഉള്ളത്. തെറ്റാണ്. അപ്പം ആൻസർ 1 മാത്രം. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗമാണ് ഫങ്ഷൻസ്. ഒരു വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏതുപകരണമാണ് സഹായിക്കുക? വയർലെസ് റിപ്പീറ്റർ. ഒരു പോയിൻറ്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണമാണ് മൗസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏത്? ഗൂഗിൾ ക്രോം. പോക്സോ നിയമത്തിലെ ഏതു വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? വിഭാഗം 12. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതും നടപ്പിലാക്കുന്നതിനും. DV നിയമത്തിലെ ഏതു വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവഹിക്കുന്നത്? വിഭാഗം 3. ഏത് നിയമപ്രകാരമാണ് NHRC സ്ഥാപിതമായത്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ്? 25,000 രൂപ. വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇൻഫർമേഷൻ കമ്മീഷണർ എന്നിവരുടെ പരമാവധി കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഏതാണോ ആദ്യം അത്. ഒരു പരാതി അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത്? വ്യക്തികളെ വിളിച്ചുവരുത്തി ഹാജരാക്കാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക. ശരിയാണ്.
രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ്. ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിൻ്റെ പകർപ്പുകളും ആവശ്യപ്പെടുക. അപ്പോൾ ഇവിടെ എല്ലാം ശരിയാണ്. He came early. Use the correct question tag. Didn't he? If I prepared well, I dash the project. I would complete the project. One of my friends dash with me yesterday. Was with me yesterday. I am sure that somebody was spying on us. They said we arrived late. Change the speech. They said that they had arrived late, which is the synonym of the word resemblance, similarity. Identify the meaning of the idiom a piece of cake, a very easy task. A group of monkeys is called troop. If the fear of dark is known as nyctophobia. Write the one-word substitute of the art to decorative and beautiful handwriting, calligraphy. ഒറ്റപ്പദം എഴുതുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ, ജാഗരം. തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ തിരു പ്ലസ് അടി. കുതികാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വഞ്ചിക്കുക, ഉയർച്ച തടയുക. ഓപ്ഷൻ 1ഉം 2ഉം ശരിയാണ്. പൂജക ബഹുവചനത്തിന് ഉദാഹരണം വൈദ്യർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പദം ഏത്? ആദരാഞ്ജലി. പ്രാചീനം എന്ന പദത്തിൻ്റെ വിപരീതം അർവാചീനം. മഞ്ഞ്, നിഹാരം, തുഷാരം, തുഹിനം. നിദിനം മഞ്ഞല്ല. വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം, പാദമാകുന്ന പങ്കജം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് എന്ന ആശയം ലഭിക്കുന്ന ചൊല്ല് താഴെ പറയുന്നവയിൽ നിന്നും എഴുതുക. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. ചേർത്തെഴുതുക. കടൽ പ്ലസ് പുറം, കടപ്പുറം.